ഹലോ ഡിയേഴ്സ്, നമുക്ക് ബയോളജി എക്സാമിന് ഒരൊറ്റ ദിവസമേ ഉള്ളൂ. എന്നാലോ നമുക്ക് അത് കൃത്യമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാക്സിമം A+ഉം അതിനങ്ങോട്ടേക്ക് മുകളിലും ഒക്കെ സ്കോർ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. കാരണം അതിനകത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തൊട്ട് മുന്നേ. അപ്പം അത് നിങ്ങൾ കാണണം. അതിനകത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് ഓരോ ചാപ്റ്ററും, ഏത് ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത്, അതിനകത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യം ഓരോരോ ചാപ്റ്ററുകൾ, നമ്മൾ അതിനകത്ത് പറഞ്ഞ ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനുകൾ ആദ്യം നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചിട്ട് പോവുക. ദെൻ ആ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വരും. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനുകളൊക്കെ കവർ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റേഴ്സിലെ മറ്റ് ക്വസ്റ്റനുകളൊക്കെ അപ്പോൾ നോക്കി പോകാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോകൾ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പറയാം. അതിനകത്ത് നമുക്ക് ഈ ഒരു എംബ്രിയോ സാക്ക്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, ഫീമെയിൽ എംബ്രിയോ സാക്കിനകത്ത കാര്യങ്ങൾ NCERTയിലെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെല്ലാം. അപ്പോൾ ഓരോ ഡയഗ്രത്തിൽ നിങ്ങൾ ഇതിനകത്ത് A എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻറ്റിപോഡൽസ് ആണ്. അപ്പോൾ ഓരോ ഡയഗ്രത്തിൽ നിങ്ങൾ ഇത് നോക്കിയിട്ട് പഠിച്ചു വെക്കണം. ദെൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ന്യൂക്ലിയാണ്. ദെൻ D എന്ന് പറഞ്ഞാൽ എഗ് സെല്ലാണ്. C സിനർജിഡ്സ് ആണ്. അതുപോലെ ഫിലിഫോം അപ്പരറ്റസ് അതിൻ്റെ കാര്യങ്ങൾ. ദെൻ തിക്കനിങ്ങിനെ വിളിക്കുന്ന പേര് ഫിലിഫോം അപ്പരറ്റസ് ആണ്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട്. ദെൻ ഡിപ്ലോയിഡ് സെൽ ഫൗണ്ട് ഇൻ സെല്ല്, ഇതിനകത്ത് എംബ്രിയോ സാക്കിനകത്തുള്ള ഡിപ്ലോയിഡ് സെല്ല് ഏതാണെന്നാണ് ചോദ്യം. അതെന്താണ്? നമ്മുടെ സെൻട്രൽ സെല്ലാണ്. പിന്നെ പോളൻ ഗ്രെയിൻ്റെ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഡയഗ്രാം എല്ലാം അതിനകത്ത് നിങ്ങൾ പഠിക്കണം. സോ ഇത് A വെജിറ്റേറ്റീവ് സെല്ലാണ്, B ജനറേറ്റീവ് സെല്ലാണ്. അപ്പം അതിൻ്റെ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ, വെജിറ്റേറ്റീവ് സെൽ എന്താണ്? ഒരു ബിക്കർ സെല്ലാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിനകത്ത് ലാർജ് ഫുഡ് റിസർവ് ഉണ്ട്, ഇറഗുലർ ന്യൂക്ലിയാണ്. ദെൻ ജനറേറ്റീവ് സെല്ലാണ് നമ്മുടെ മെയിൽ ഗാമിറ്റായി മാറിയിട്ട് ദെൻ നമ്മുടെ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷനൊക്കെ ചെയ്യുന്നത്. ദെൻ ഇതിനകത്ത് ഫീമെയിൽ ഓവറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒവിയുളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ഫീമെയിൽ എംബ്രിയോ സാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇപ്പം A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിനിക്കലാണ്, B എന്ന് പറഞ്ഞാൽ മൈക്രോപൈലാണ്, C എന്ന് പറഞ്ഞാൽ ഫിമെയിൽ എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. ദെൻ D എന്ന് പറഞ്ഞാൽ ചെലാസൽ പോളാണ്. പിന്നെ നിങ്ങൾ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഇൻസെക്ട് പോളിനേറ്റഡിൻ്റെ, അതുപോലെ വാട്ടർ പോളിനേറ്റഡ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ ഇപ്പം വിൻഡ് പോളിനേറ്റഡ് ആണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷേ ഒരിക്കൽ വാട്ടർ പോളിനേറ്റഡ് ഉണ്ട്. അതുപോലെ ഇൻസെക്ട് പോളിനേറ്റഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് എവിടെയാണ്, എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ദെൻ കമൻറ്റ് ഓൺ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. അതുമായി ബന്ധപ്പെട്ട് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൽ അതിൻ്റെ തന്നെ പോളൻ അതിൻ്റെ ഫീമെയിൽ പാർട്ടിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചില മെക്കാനിസംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് വീണ് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ചില പ്ലാന്റ്സിൽ. അതിനെയാണ് ആ ഒരു ജെനറ്റിക് മെക്കാനിസത്തെയാണ് നമ്മൾ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അത്തരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ പിന്നീട് ഓട്ടോഗാമി എന്താണ്, ജീറ്റനോഗാമി എന്താണ്, സീനോഗാമി എന്താണ്. അപ്പം അതുപോലെ തന്നെ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ 3 ലെയേഴ്സ് നമുക്കറിയാം. എപ്പിഡെർമിസ്, ദെൻ എൻഡോതീഷ്യം, മിഡിൽ ലെയർ, ടെപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലെയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ ലെയേഴ്സ്, അതിൻ്റെ ഫംഗ്ഷൻ, ടെപ്പീറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണ് കാര്യങ്ങളൊക്കെ. ദെൻ ടെപ്പീറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നമുക്ക് പോളൻ ഗ്രെയിൻസിനൊക്കെ എന്താണ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ബനാന ഇസ് എ പാർത്തിനോകാർപ്പി. എന്താണ് പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട് എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അതിന് എക്സാമ്പിൾ, അതുപോലെ തന്നെ ട്രൂ ഫ്രൂട്ട്സ്, ഫാൾസ് ഫ്രൂട്ട്സ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ് ട്രൂ ഫ്രൂട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇത്തരം ക്വസ്റ്റനുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പം ഡബിൾ ഫെർട്ടിലൈസേഷനകത്ത് നിങ്ങൾ മെയിൽ ഗാമിറ്റ്, നമ്മുടെ ഫീമെയിൽ എംബ്രിയോ സാക്കിൽ നമുക്കറിയാം പോളാർ ന്യൂക്ലിയ ഉണ്ട്, പിന്നെ ഒരു എഗ് സെല്ലും ഉണ്ടല്ലോ. അപ്പോൾ മെയിൽ ഗാമിറ്റ് നമ്മുടെ എഗ് സെല്ലുമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഫെർട്ടിലൈസേഷൻ, എഗ് സെല്ലുമായിട്ട് ഫ്യൂഷൻ നടക്കുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ വരുന്നതും സിംഗാമി എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂഷൻ നടക്കുന്ന സമയത്താണ് അത് ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതിനകത്ത് ട്രിപ്പിൾ ഫ്യൂഷനും സിംഗാമിയും ചേർന്നാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ദെൻ എംബ്രിയോ, അതിനകത്ത് നമുക്ക് പ്രോ എംബ്രിയോ, ദെൻ ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്ചർ എംബ്രിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേജുകളുണ്ടല്ലോ. അതിൻ്റെ പടം പഠിച്ചു വെക്കണം. സീഡ്, മോണോകോട്ട്, ഡൈക്കോട്ടിൻ്റെ ഒക്കെ പടം NCERTയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ അപ്പം നേരത്തെ ഉള്ള സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൊല്യൂഷൻസിൻ്റെ ഒരു അടിപൊളി വീഡിയോ, നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പം അതെല്ലാം പോയിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, ഇത് നിങ്ങൾ കാണുക. ദെൻ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാം. ഈ ഒരു ചാപ്റ്റർ ഇപ്പം ഈ ഒരു ഹ്യൂമൻ റിപ്രൊഡക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് അതിനകത്തില്ല കേട്ടോ, ആ ഒരു വീഡിയോയിലില്ല. പക്ഷേ ഹ്യൂമൻ റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. എൻലാർജ്ഡ് എൻഡ് ഓഫ് പീനസ്, ഇതിനകത്ത് ഇതിപ്പം ഈ ഒരു ഭാഗമാണ് നമ്മുടെ മെയിൽ പീനസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഒരു എൻഡ് ഭാഗം, എൻലാർജ്ഡ് ആയിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ ഗ്ലാൻസ് പീനസ് എന്ന് വിളിക്കുക. അതിൻ്റെ മുകളിൽ ഒരു തൊലിയുണ്ട്, അതിനെയാണ് ഫോർസ്കിൻ എന്ന് പറയുക. അപ്പോൾ അതാണ് സർക്കംസിഷൻ്റെ സമയത്തൊക്കെ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കട്ട് ചെയ്യുന്ന ഒരു സ്കിൻ.
ദെൻ അപ്പോൾ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ, പുരുഷലിംഗത്തിൻ്റെ മുകളിലുള്ള ആ ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെ എന്താ വിളിക്കുക എന്നാണ്, ഇത് ഫോർ സ്കിന്നാണ്. പിന്നെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു വെക്കണം. ഇതിനകത്ത് ഇപ്പോൾ സി എന്ന് പറഞ്ഞാൽ എപ്പിഡിഡൈമിസ് ആണ്, ദെൻ ഡി എന്ന് പറഞ്ഞാൽ റെക്റ്റ ടെസ്റ്റിസ് ആണ്, പിന്നെ വാസ് എഫറൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബി യുറീത്രയാണ്, ദെൻ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. അപ്പം സെമനൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ആ ഒരു ലൂബ്രിക്കേഷൻ, ആ ഒരു യുറീത്രയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻസ് ആണ്. ദെൻ ഇവിടെ സെമിനൽ വെസിക്കിൾസിൻ്റെ കാര്യങ്ങൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കാര്യങ്ങൾ, ദെൻ അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. വാസ് ഡിഫറൻസ് അവിടെ ഉണ്ട്. ദെൻ യൂറിൻ വരുന്ന കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള യുറീറ്റർ, ദെൻ അത് പിന്നെ ടെസ്റ്റിസ്. അപ്പോൾ ഇതിനകത്ത് NCERT ഡയഗ്രാം നിങ്ങൾ പോയിട്ട് എല്ലാ ഡയഗ്രാമും നിങ്ങൾ മസ്റ്റായിട്ട് ലേബൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവറി ഉണ്ട് ഇവിടെ, ദെൻ ഫിംബ്രിയ ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആംബുലറി റീജിയന് കാര്യങ്ങളൊക്കെ ഉണ്ട്, ദെൻ സെർവിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സെർവിക്കൽ കനാല് കാര്യങ്ങളുണ്ട്, വജൈന ഉണ്ട്, ദെൻ യൂട്രസിൻ്റെ ലൈനിങ്, എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം NCERT പോയിട്ട് അതിലെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ലേബൽ ചെയ്യാൻ പഠിക്കുക. ദെൻ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്യൂബെക്ടമി, വാസെക്ടമി. അപ്പോൾ അത് ആൻഡ് നെയിം ദ പാർട്ട് വിച്ച് ഈസ് കട്ട്. അപ്പോൾ ഫലോപ്പിയൻ ട്യൂബാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്യൂബ് കട്ട് ചെയ്യുന്നതിനെയാണ് ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്യൂബെക്ടമി എന്ന് വിളിക്കുക. നമ്മുടെ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നതാണ് വാസെക്ടമി. അപ്പോൾ അത് മെയിൽസിലാണ്, ഇത് ഫീമെയിൽസിലാണ്. അപ്പം ആ കാര്യങ്ങൾ. ദെൻ ഈ ഒരു ഗ്രാഫ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ഒരു ഡയഗ്രാം. എ ഹോർമോൺ ഏതാണ്? അപ്പം നമുക്കറിയാം കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്ന ഒരു സമയത്ത് ഓവറിൽ നിന്ന് ഓവം പോയി കഴിഞ്ഞാൽ അതിനകത്ത് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്റ്റിറോൺ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് മാക്സിമം കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്ന സമയത്ത് മാക്സിമം പ്രൊജസ്റ്റിറോൺ ആണ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ദെൻ പിന്നെ എ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് പ്രൊജസ്റ്റിറോൺ ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്, ഇസ്ട്രോജൻ ആണ്. ആ സമയത്ത് അത് കുറയുന്നത് ഇസ്ട്രോജൻ. പിന്നീട് അതിനകത്ത് ഫോളിക്കിൾ ഉണ്ടാകുന്ന ഫോളിക്കുലാർ ഫേസ്, ബ്ലീഡിംഗ് ഉണ്ടാകുന്ന മിനിസ്ട്രൽ ഫേസ്, ദെൻ ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ കോർപ്പസ് ലൂട്ടിയം ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് പ്രൊജസ്റ്റിറോൺ സെക്രീഷനാണ്. പ്രൊജസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പ്രഗ്നൻസി ഇംപ്ലാന്റേഷൻ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ പ്രഗ്നൻസി മെയിൻ്റനൻസിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് പോയി പഠിക്കണം. പിന്നീട് അതിനകത്ത് ക്യാപിലൈക് സ്ട്രക്ചർ പ്രസൻറ്റ് ചെയ്യുന്ന സ്പേമിൻ്റെ ഹെഡിൽ ഉള്ള അതിന് ആക്രോസോം എന്നാണ് വിളിക്കുക. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിനകത്ത് എൻസൈംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓവത്തിലോട്ട് പോയിട്ട് ഫെർട്ടിലൈസേഷനെ, ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ ലേഡിക് സെൽസിൻ്റെ LHലെ ഫംഗ്ഷന്, LHൽ മെയിൽസിൽ എന്താണ് ഫംഗ്ഷന്, ഫീമെയിൽസിൽ എന്താണ് ഫംഗ്ഷൻ നിങ്ങൾ പ്രത്യേകം പഠിക്കണം. മെയിൽസിലാണെങ്കിൽ അത് മെയിൽസിൻ്റെ ടെസ്റ്റിസിനകത്തുള്ള ട്യൂബ് ഉണ്ടല്ലോ, അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഇൻ്റർസ്റ്റീഷ്യൽ സെല്ല് അല്ലെങ്കിൽ ലേഡിക് സെല്ല് എന്ന് വിളിക്കുക. അവിടെയാണ് LH ആക്ട് ചെയ്യുക, ലൂട്ടനൈസിങ് ഹോർമോൺ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. അതിനെ ഗൊണാഡോ ട്രോപ്പിൻസ് എന്നാണല്ലോ അതിനെ വിളിക്കുക. അപ്പോൾ അത് LH ഉണ്ട്, FSH ഉണ്ട്. അപ്പോൾ LH ഇവിടെ ആക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഈ ലേഡിക് സെൽസിൽ നിന്നാണ് എന്തുണ്ടാവുക, നമ്മുടെ ആൻഡ്രോജൻ കാര്യങ്ങളുണ്ടാവുക. ആൻഡ്രോജനാണ് പിന്നീട് സ്പെർമാറ്റോജെൻസിസിനെ ഹെൽപ്പ് ചെയ്യുക. അതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ചോദിക്കാറുണ്ട്. കോർപ്പസ് ലൂട്ടിയം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. പ്ലാസൻ്റയുടെ ഫംഗ്ഷൻ, എൻഡോക്രൈൻ ഫംഗ്ഷൻ പഠിക്കുക, എൻഡോക്രൈൻ അല്ലാത്ത ഫംഗ്ഷനും പഠിക്കുക. എൻഡോക്രൈൻ അല്ലാത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഫീറ്റസിന്, നമ്മുടെ വളരുന്ന കുഞ്ഞിന് ന്യൂട്രീഷൻ കൊടുക്കുക, ഓക്സിജൻ സപ്ലൈ കൊടുക്കുക, അതുപോലെ വേസ്റ്റുകളൊക്കെ അങ്ങോട്ടേക്ക് ഒഴിവാക്കി കൊടുക്കുക, CO2 കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ വേസ്റ്റ് എലിമിനേഷൻ, എക്സ്ക്രീറ്ററി വേസ്റ്റുകളുടെ എലിമിനേഷനൊക്കെ. പിന്നെ ഫംഗ്ഷൻസ് ഓഫ് പ്ലാസൻ്റ പറഞ്ഞു. പിന്നെ എൻഡോക്രൈൻ ഫംഗ്ഷൻസിൻ്റെ പ്ലാസൻ്റ എന്നുള്ള ഹോർമോണാണ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ, അതുപോലെ ഹ്യൂമൻ പ്ലസൻ്റൽ ലാക്ടോജൻ, ദെൻ പ്രൊജസ്റ്റോജൻസ്, ഈസ്ട്രോജൻസ് കാര്യങ്ങളൊക്കെ. ദെൻ ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞ് എംബ്രിയോ ആവുന്നതിൻ്റെ ആ ഒരു സംഭവത്തിനകത്ത് ഈ ഇന്നർ സെൽ മാസിലാണ് ഇതിന്നാണ് എംബ്രിയോ ഉണ്ടാവുക. അപ്പം ആദ്യം നമുക്കറിയാം ഒറ്റ സെല്ല് സൈഗോട്ടാണ്. അതിനകത്ത് മൈറ്റോസിസ് ക്ലീവേജ് നടന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ഒരുപാട് 2, 4 ആവും, 4, 8 ആവും, 8, 16 ആവും. 8 മുതൽ 16 വരെയുള്ള ഒരു സംഭവം നമ്മൾ മോറുല എന്നാണ് വിളിക്കുക. അതിലെ ഓരോ സെല്ലിനെയും ബ്ലാസ്റ്റോമിയർ എന്നാണ് പറയുക. അങ്ങനെ പിന്നെ ബ്ലാസ്റ്റോസിസ്റ്റായി മാറും യൂട്ടറസിലെത്തുമ്പോഴേക്ക് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പുറത്തെ ഭാഗം ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് വിളിക്കുക. ഇന്നർ സെൽ മാസ്, ഇവിടെ നിന്നാണ് എംബ്രിയോ ഉണ്ടാവുക. പിന്നെ ട്രോഫോബ്ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ യൂട്രൈൻ ടിഷ്യൂസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു ഫിംഗർ ലൈക്ക് പ്രോസസ്സ് കാര്യങ്ങൾ അതിനകത്ത് ട്രോഫോബ്ലാസ്റ്റ് ഉണ്ടാവും. അതാണ് കോറിയോണിക് വില്ലൈ. അത് നമ്മുടെ യൂട്രസുമായിട്ട് ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്ത് ദെൻ പ്ലസൻ്റ ഫോർമേഷനൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ദെൻ പിന്നീട് ഇതിനകത്ത് ഓരോ മാസവും നടക്കുന്ന കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഫസ്റ്റ് മന്തിൽ എന്താ നടക്കുക, ഇതിനകത്ത് എയ്ലാഷസ് ഫോംഡ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ എഴുതേണ്ടതാട്ടോ, അത് ഇവിടെ ഇങ്ങോട്ടേക്ക് മാറ്റണം. ഇതിൻ്റെ കൂടെ ഉള്ളതാണ്, അത് ഇങ്ങോട്ട് മാറിപ്പോയതാണ്. ഫസ്റ്റ് മന്തിൽ എന്താ, ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് മന്തിൻ്റെ കൂടി നമുക്ക് ഹാർട്ട് സൗണ്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് മന്തിൽ അപ്പം എന്താണ് സംഭവിക്കുക, സെക്കൻഡ് മന്തിൽ ഇതിനകത്ത് ഇപ്പം ലിംബ് ഡിജിറ്റ്സ് ഒക്കെ ഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫോർമേഷൻ ഡെവലപ്മെൻ്റ് ആണ്. ദെൻ ഫിഫ്ത്ത് മന്തിൽ അപ്പോൾ എന്താ, ഫിഫ്ത്ത് മന്തിൽ ഇപ്പം ഫീറ്റസിൻ്റെ മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സിക്സ്ത്ത് മന്തിൽ എന്താണ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, സിക്സ്ത്ത് മന്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. കാരണം ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക.
അപ്പം ദെൻ LH ആൻഡ് FSH പ്ലേ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ സ്പെമാറ്റോജെനിസിസ് നമുക്കറിയാം. ഫങ്ഷൻസ് ഓഫ് LH FSH എന്താണ് ഇൻ സ്പെമാറ്റോജെനിസിസിൽ എന്നുള്ളത്. അപ്പോൾ LHൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. LH എന്താണ്, നമ്മുടെ ലേഡിക് സെൽസിൽ വന്നിട്ട് അവിടെ നിന്ന് ആൻഡ്രോജൻ ഉണ്ടാക്കും. ആ ആൻഡ്രോജനാണ് പിന്നെ FSHുമായി ചേർന്ന് സ്പെമാറ്റോജെനിസിസിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ദെൻ റൈറ്റ് എ സിംഗിൾ ടേം, രണ്ടിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിംഗിൾ ആയിട്ടുള്ള ടേം എന്താണ്, ഗൊണാഡോട്രോപ്പിൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ പോയി അതിനകത്ത് നോക്കി നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് മെനിസ്ട്രേഷൻ എന്താണ്, അതിനകത്ത് മെനാർക്ക് എന്നാണ് പറയുക. ദെൻ മെനിസ്ട്രേഷൻ സ്റ്റോപ്പ് ആവുന്നത് മെനോപോസ്. പിന്നെ മിൽക്ക് പ്രൊഡ്യൂസിങ് ഡ്യൂറിങ് ഇനീഷ്യൽ ഡേയ്സിൽ കൊളസ്ട്രമാണ്. ദെൻ അതിനകത്ത് ഒരുപാട് ആൻറ്റിബോഡി കാര്യങ്ങളുണ്ട് എന്നെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ പിന്നീട് നെയിം ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ് ഡെവലപ്ഡ് ബൈ ഡ്രഗ് റിസർച്ച് സെൻട്രൽ ഡ്രഗ് CDRI സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അത് തന്നെ നമ്മുടെ CDRI ലക്നൗ. അപ്പോൾ അതിനകത്ത് നിന്ന് അവരുണ്ടാക്കിയ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്, ഗർഭധാരണം നടക്കാതിരിക്കാനുള്ള മരുന്നിൻ്റെ പേരാണ് സഹേലി. പിന്നീട് അതിനകത്ത് ഒരുപാട് മെത്തേഡുകളുണ്ട് ഗർഭധാരണം നടക്കാതിരിക്കാൻ. അതിനകത്ത് സർജിക്കൽ മെത്തേഡ് ഏതാണെന്ന ചോദ്യം. അപ്പോൾ അത് മെയിൽസിലാണെങ്കിൽ വാസക്ടമി, ഫീമെയിൽസ് ട്യൂബക്ടമി പറഞ്ഞതാണ് നമ്മൾ. കോപ്പർ റിലീസിങ് IUDs ഏതൊക്കെയാണ്, കോപ്പർ T7 ഉണ്ട്. ദെൻ മൾട്ടിലോഡ് 375, ദെൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ കോപ്പർ T. വാട്ട് ആർ STI സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്താണ്, അതിന് 2 എക്സാമ്പിൾ പറയാനാണ്. ഒന്ന് നമുക്കറിയാം സിഫിലിസ്, അതുപോലെ എയ്ഡ്സ് എന്ന് പറയാം. HIV ഇൻഫെക്ഷൻ, സിഫിലിസ് പറയാം. ദെൻ അതിനകത്ത് നിങ്ങൾ സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ പറയുമ്പോഴേ HIV പറഞ്ഞാൽ മതി. HIV പറയാം, ഹെപ്പറ്റൈറ്റിസ് B പറയാം, സിഫിലിസ് പറയാം. റൈറ്റ്, കാരണം എയ്ഡ്സ് പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്നതല്ലേ, HIV എന്നാണ് പിന്നീട് എന്താവുന്നത് എയ്ഡ്സ് ആയി മാറുന്നത്. ഓക്കെ, എനിവേ റൈറ്റ് ടു എനി ടു പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് STI. അപ്പോൾ എന്താണ്, കോണ്ടം ധരിക്കുക. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവോയ്ഡ് സെക്സ് വിത്ത് സേഫ് സെക്സ് ചെയ്യുക. അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളായിട്ടൊന്നും എന്ത് ചെയ്യരുത്, സെക്സിൽ ഏർപ്പെടരുത് എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് വെയർ കോണ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ദെൻ പിന്നീട് അതിനകത്ത് വരുന്നത് എക്സ്പാൻഡ് ടേം സിഫ്റ്റ് ആണ്. അപ്പോൾ സൈഗോട്ടിനെ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ സിഫ്റ്റ് ആണ്. പിന്നെ ഗിഫ്റ്റ് ചോദിക്കാറുണ്ട്, ഗാമിറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് ആ ഒരു റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ലാസ്റ്റ് പേജിലുണ്ടല്ലോ, ഒരുപാട് ഷോർട്ട് ഫോമുകളുടെ ഫുൾ ഫോം അവിടെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. പിന്നെ RCH റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിൻ്റെ അതിനകത്ത് 4 ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ്. അതിനകത്ത് 4 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴേ ഇതിനകത്ത് ഇപ്പം നമുക്കറിയാം, അതിനകത്ത് സെക്ഷൽ റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിനകത്തിപ്പം സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവയർനെസ് കൊടുക്കുക. പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അവയർനെസ് കൊടുക്കുക. പിന്നെ ഇപ്പം യങ് ആയിട്ടുള്ള ആളുകളിലാണെങ്കിലും അതിനകത്തിപ്പം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എങ്ങനെ പകരാതിരിക്കാം, അതുപോലെ തന്നെ സെക്ഷൽ അവയർനെസ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മറ്റേണൽ മോർട്ടാലിറ്റി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആ ഒരു തുടക്കത്തിൽ ഭാഗത്ത് പറയുന്നുണ്ട്. സെക്ഷൽ അവയർനെസ് എമംഗ് പബ്ലിക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം, സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, പിന്നെ അതിൻ്റെ സെക്ഷൽ റിപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ, ദെൻ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക, അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക കാര്യങ്ങൾ. ദെൻ മറ്റേണൽ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കാര്യങ്ങളൊക്കെ കുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം അതൊക്കെ ഇതിനകത്ത് RCHൻ്റെ പ്രോഗ്രാംസിനകത്ത് വരുന്നത് തന്നെയാണ്. ദെൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാമിറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ, സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷന്. അപ്പോൾ സ്പേമിൻ്റെ തൊട്ട് ഓവത്തിലോട്ട് നമ്മൾ സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷന്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അതെന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ആ ചാപ്റ്റേഴ്സിനകത്ത് പോയി നോക്കുക. ഗാമിറ്റിനെ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഗിഫ്റ്റ്, സൈഗോട്ടിനെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സിഫ്റ്റ്. ദെൻ സ്പേമിനെ ഓവത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് ICSI, അതിൻ്റെ ഫുള്ള് നമ്മൾ പറഞ്ഞു. ദെൻ സെമൻ നമ്മൾ യൂട്രസിലോട്ട് അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മെത്തേഡാണ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്നുള്ളതെല്ലാം നമ്മളതിനകത്ത് ആ ബുക്കിനകത്ത് പറയുന്നുണ്ട്. ദെൻ NCERT പിന്നെ ആമിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ ഫീറ്റൽ സെൽസ്, ആമിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് ഫീറ്റൽ സെൽസ് എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഫീറ്റസിന് എന്തെങ്കിലും അനോമലീസ് കാര്യങ്ങൾ, ഫീറ്റസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് ആളുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അതിപ്പം ബാൻഡ് ആണ് എന്ന് പറയുന്നത്. സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടുള്ള ആമിയോസെൻറ്റസിസ് എന്താണ്, ബാൻഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സെക്സ് ഡിറ്റർമിനേഷൻ ലീഗലി ബാൻഡ് ആണ്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് എന്തുകൊണ്ടാണ് സെക്സ് ഡിറ്റർമിനേഷൻ ബാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഫീറ്റൽ ആളുകൾ അത് സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഇതിന് വേണ്ടിയിട്ട്
സെക്സ് ഡിറ്റർമിനേഷൻ, അമിനിയോസെൻറ്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ എന്താണ്, ബാൻഡ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഇതിൽ മറ്റ് ക്വസ്റ്റനുകൾ ഏതൊക്കെയാണ്, മറ്റ് ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ബയോളജിയുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ പോയിട്ട് നോക്കണം. അതിനകത്ത് ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം എവല്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ ആദ്യം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസും അതുപോലെ മോളിക്കുലാർ ബേസിസുമായി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിനകത്ത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാൻസ് ചെയ്തിട്ടുണ്ട്, എക്കോസിസ്റ്റം ചെയ്തിട്ടുണ്ട്, പോപ്പുലേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ആ സംഭവം ചെയ്തിട്ടുണ്ട്, പോപ്പുലേഷൻ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. പിന്നെ അതിനകത്ത് ബയോടെക്നോളജി ആപ്ലിക്കേഷൻ കാര്യങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോർ ദാൻ ഡബിൾ പാസ് റേഞ്ചിലുള്ളതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റൻ എങ്ങനെയാണ് നമ്മൾ ഫിസിക്സ് വന്നതുപോലെ എങ്ങനെയാണ് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻറ്റ് പഠിച്ചിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒറ്റ ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും മിസ്സായി പോകരുത്. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.